എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള വിഷയം ഇതാണ്. ക്രിസ്തു ഏക രക്ഷകൻ എന്നൊരു സന്ദേശമാണ് ഈ ദേശത്തോട് കൈമാറാനുള്ളത്. ക്രിസ്തു ഏക രക്ഷകൻ. വേഗത്തിൽ വചനഭാഗത്തിലൂടെ നമുക്ക് കടന്നു പോകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. 3 കാര്യങ്ങളാണ് ഈ വചനഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങളുമായി വേഗത്തിൽ പങ്കുവെക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തോത്രം. നല്ല വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പുസ്തക ഭാഗങ്ങളുടെയൊക്കെ ഔട്ട്ലൈൻ പറയണമെന്ന് താല്പര്യമുണ്ട്. സമയത്തിൻ്റെ പരിമിതി മൂലം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും 1-2 വാക്കുകൾ വേഗത്തിലൊന്ന് ഓടിച്ച് പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സുവിശേഷ പുസ്തകങ്ങൾ 4 ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവരും ഈ ശബ്ദം ശ്രവിക്കുന്നത് കൊണ്ട് വേഗത്തിലൊന്ന് ഓടിച്ച് പറയാം. സുവിശേഷ പുസ്തകങ്ങൾ 4. 1 മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഈ 4 സുവിശേഷ പുസ്തകങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ജനന, ജീവിത, മരണ, അടക്ക, പുനരുത്ഥാന, പുനരാഗമനത്തെ പറ്റി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 1 മത്തായി സുവിശേഷം എഴുതുമ്പോൾ കാലിത്തൊഴുത്തിൽ പിറവിയെടുത്തിരിക്കുന്ന മഹാരാജാവായിരിക്കുന്ന യേശുവിനെയാണ് അവിടെ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ പാപിയായി തീരപ്പെട്ട മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാർത്തലത്തിൽ വന്നവതരിക്കപ്പെട്ടിരിക്കുന്ന ഏകരക്ഷകനെ പറ്റി മത്തായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസ് വീണ്ടും വളരെ അല്പം കൂടെ വ്യത്യസ്തമായിട്ടാണ് മർക്കോസ് അവിടെ യേശുവിനെ വരച്ച് കാണിച്ചിരിക്കുന്നത്. മർക്കോസ് യേശുവിനെ വരച്ച് കാണിച്ചിരിക്കുന്നത് ഇപ്രകാരമായിട്ടാണ്. യേശു ഒരു ദാസനായിട്ടാണ് മർക്കോസ് അവിടെ യേശുവിനെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ലൂക്കോസിലേക്ക് വരുമ്പോൾ അല്പം കൂടെ വ്യത്യസ്തപ്പെടുത്തി ഒരു മനുഷ്യൻ്റെ വികാരങ്ങൾ വളരെ വ്യക്തവും ശക്തവുമായി തിരിച്ചറിയുന്ന, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളും വേദനകളും ഓരോ സ്പന്ദനങ്ങളെയും കൃത്യമായി തിരിച്ചറിയുന്ന ഒരു മനുഷ്യപുത്രനായിട്ട് യേശുവിനെ അവിടെ ലൂക്കോസ് വരച്ച് കാണിക്കുമ്പോൾ യോഹന്നാൻ അല്പം കൂടെ വ്യത്യസ്തപ്പെടുത്തി കാണിക്കുന്നു. എന്താണ്? പാപിയായി തീരപ്പെട്ട മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാർത്തലത്തിൽ അവതരിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ അത് സാക്ഷാൽ യേശു ക്രിസ്തുവെന്ന് യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യേശു രാജാവെന്ന് പറയുമ്പോൾ, യേശു ദാസൻ എന്ന് പറയുമ്പോൾ, യേശു മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ യോഹന്നാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉലകത്തിൽ അവതരിക്കപ്പെട്ടിട്ടുള്ള, ഉലകത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, അത് നാം ആരാധിക്കുന്ന, നാം സ്തുതിക്കുന്ന, നമ്മുടെ ആത്മരക്ഷകനായിരിക്കുന്ന, നമ്മുടെ പ്രാണനാഥനായിരിക്കുന്ന യേശുവിനെ ആരാധിപ്പാൻ നമുക്ക് അവസരം ലഭിച്ചെങ്കിൽ പ്രിയരെ, ഇതുപോലെ ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല. സാക്ഷാൽ ദൈവമായിരിക്കുന്നവൻ, സാക്ഷാൽ ദൈവമായവൻ, അതിനപ്പുറം മറ്റൊന്ന് പറയാനില്ല. അവനൊപ്പം പറയാനൊരാളില്ല. അവനെ പോലെ ആരാധനായിട്ട് മറ്റൊരുവനില്ല. ആ സാക്ഷാൽ ദൈവത്തെ ആരാധിക്കുന്ന ആ ദൈവജനം കരമുയർത്തി ആ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? അങ്ങനെ യോഹന്നാൻ പറയുക, ഉലകത്തിൽ അവതരിക്കപ്പെട്ടിട്ടുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, അത് സാക്ഷാൽ യേശുവെന്ന്. ഞാൻ വേഗത്തിൽ വചനഭാഗത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും, ആ പദം ശ്രദ്ധിക്കണം, രക്ഷ പ്രാപിക്കും. ഇത് ആരോട് പറയുന്നു? കാരാഗൃഹ പ്രമാണിയുടെ ഒരു വാക്കാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്ന ഏത് പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഉലകത്തിൽ കഴിയുന്ന ഒരു മാർഗം ഏതെന്ന് ചോദിച്ചാൽ അത് യേശുവിൻ്റെ മാർഗമാണ്. വേഗത്തിലൊന്ന് ഞാൻ പറഞ്ഞു പോകാം. ഇവിടെ കാണുന്ന കാര്യം ഇതാണ്. അവർ പ്രാർത്ഥനാ സ്ഥലത്തേക്ക്, ആരാണ്? പൗലോസും ശീലാസും പ്രാർത്ഥനാ സ്ഥലത്തേക്ക്, ആരാധനാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവർ കാണുന്നൊരു കാര്യമുണ്ട്. വെളിച്ചപ്പാടത്തിയായിരിക്കുന്ന ഒരു സ്ത്രീ. എന്താണ് ഇവളുടെ പ്രത്യേകത? അവൾ ലക്ഷണം പറയുകയാണ്. എന്താണ്? ഒരു മനുഷ്യനെ കണ്ടാൽ അവൻ്റെ ഭൂതം, ഭാവി, വർത്തമാനം എന്നീ ത്രികാലങ്ങളെ പറ്റി വളരെ വ്യക്തവും ശക്തവുമായി വ്യക്തമാക്കി പറയുന്ന ഒരു ജോലിയാണ് അവൾക്കുള്ളത്. എന്നാൽ പൗലോസും ശീലാസും ജെറുസലേം ദേവാലയത്തിലേക്ക്, അതിൻ്റെ തങ്കത്താഴിക കുടത്തിലേക്ക് സൂര്യൻ്റെ കിരണങ്ങൾ നിവദിക്കുമ്പോൾ മറ്റൊരു ജെറുസലേം ദേവാലയം ഉദിച്ചുയർന്ന് നിൽക്കുന്ന കാണുന്ന അത്രമാത്രം മനോഹാരിതയുള്ള ആലയത്തിലേക്ക് ഇവർ കടന്നു പോകുമ്പോൾ ഇവൾ പറയുക, ഇവർ സാക്ഷാൽ ദൈവത്തിൻ്റെ ദാസന്മാരുമാണ്. അപ്പോൾ തന്നെ രക്ഷാമാർഗം നമ്മോട് അറിയിക്കുന്നവരും ഇവർ തന്നെയാണെന്ന് അവൾ പറയുകയാണ്. കാര്യം ശരിയല്ലേ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ 1-2 മിഷണറി യാത്രകൾ, 3-ാമത്തെ മിഷണറി യാത്രകളൊക്കെ അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ജെറുസലേം കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങളിലൂടെ കടന്നു വരുമ്പോഴേക്കും അവിടെ കാണുകയാണ്, ഇവൾ പറയുക, ഇത് സാക്ഷാൽ ദൈവദാസന്മാരാണ്. ഇവരെന്താ ചെയ്യുന്നത്?
രക്ഷാമാർഗം നമ്മോട് അറിയിക്കുന്നവരുമാണ്. പറഞ്ഞത് ശരിയല്ലേ? അക്ഷരാർത്ഥത്തിൽ 100% ഈ പറഞ്ഞത് ശരിയാ. പക്ഷേ പൗലോസും ശീലാസും അവരെ നോക്കിയിട്ട് നാളെ ഡേറ്റ് തരാൻ പറഞ്ഞ് അടുത്തേക്ക് പോകുക അല്ല ചെയ്യുന്നത്. നമ്മളൊക്കെ ആയിരുന്നു എന്ത് ചെയ്തേനമായിരുന്നു? ഇതിൽ പരം പബ്ലിക്കിൽ പറയുന്ന ഒരു സാക്ഷ്യം വേറെ ഏതാ ഉള്ളത്? ഇവര് ദൈവദാസന്മാരാണെന്നും രക്ഷാമാർഗം അറിയിക്കുന്നവരാണെന്നും ഇതുപോലെ പബ്ലിക്കായിട്ട് ഒരാൾ നമ്മളെ നോക്കി പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ കോളർ പിടിച്ചു വെക്കാൻ സാധ്യതയുണ്ട്. പോയി ഡേറ്റ് ചോദിക്കും, അമ്മാമയ്ക്ക് എന്നാ ഡേറ്റ് ഉള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പൗലോസും ശീലാസും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവളെ തിരിഞ്ഞു നോക്കിയിട്ട് അവരാകെ മുഷിഞ്ഞിട്ട് അവളിൽ അകത്തുണ്ടായിരുന്ന ദുരാത്മാവിനെ, ആ പൈശാചിക മണ്ഡലത്തെ പൗലോസും ശീലാസും ശാസിക്കുകയാ. കാര്യം മനസ്സിലാകുന്നുണ്ടോ? പ്രവചനം പല രീതിയിലുണ്ട്. ഈ കാലഘട്ടത്തിലും ഒട്ടനവധി ടെന്റുകൾക്കകത്ത് ഒട്ടനവധി പ്രവചനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. എന്തിനെക്കുറിച്ചുള്ള പ്രവചനമാണ്? ഇവിടെ പുഴുവെടുക്കുന്നതും തുരുമ്പിക്കുന്നതും കേടുപറ്റുന്നതും ചതലെടുക്കുന്നതുമായിട്ടുള്ള ഓരോന്നിന്റെ പിന്നാലെ മനുഷ്യനെ അവന്റെ ദർശനത്തെ കോട്ടിക്കളയുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ഈ മണ്ണിനെ വിട്ട് ഉയരത്തിലുള്ള ദർശനമാണ് നിന്റെ അകത്ത് വ്യാപരിക്കേണ്ടത്. 6 അടി കുഴിമാടം കൊണ്ട് സകലതും വെന്തുവെണ്ണീറായി തീരുമ്പോൾ ഈ ഭൂമിയിൽ ശേഷിപ്പിക്കുന്ന ഓരോ ദിവസം കഴിയുമ്പോഴും വാല്യൂ കുറയുന്ന ഏതെങ്കിലും തകിട് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ പിന്നാലെ ആകരുത് നീ പോകുന്നത്. ഡോളറിന്റെയോ ദിനാറിന്റെയോ പൗണ്ടിന്റെയോ പുറകെ ആകരുത് നിന്റെ യാത്ര. അങ്ങനെയുള്ള ദൂതിന്റെയും പ്രവചനത്തിന്റെയും പിന്നാലെ പോകരുതെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഈ ദേശത്തോട് കൈമാറുകയാ. പഴയ പ്രവാചകന്മാരുടെയൊക്കെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഏതൊരു പ്രവാചകന്റെയും പ്രവചന ശബ്ദം കേട്ട് കഴിയുമ്പോൾ ആ വ്യക്തി മാറി നിന്ന് പൊട്ടിക്കരയും. ഇന്ന് നീ സൈക്കിൾ കൊണ്ട് വന്നാൽ കാറ് കൊണ്ട് പോകാമെന്നുള്ള പ്രവചനത്തിന് പിന്നാലെ ആളുകൾ ഓടുന്ന കാലഘട്ടത്തിൽ ഇവിടെ വചനത്തിലൂടെ പറയുക, സത്യമാണ് അവൾ പറഞ്ഞതെങ്കിലും അവളുടെ അകത്ത് വ്യാപരിക്കപ്പെട്ട ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ അഭിഷക്ത ദാസന്മാർ അതിനെ ശാസിക്കുന്നത് കാണുമ്പോൾ പ്രിയരെ തിരിച്ചറിയുക. പ്രവചനം കേൾക്കുമ്പോൾ, വെളിപ്പാടിന്റെ ദൂതുകൾ കേൾക്കുമ്പോൾ, നമ്മളോട് ശക്തമായ പ്രവചന ശബ്ദം ജനം കൈമാറുമ്പോൾ അവരുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് ഏത് എന്ന് ജനം തിരിച്ചറിയേണ്ട കാലഘട്ടത്തിലേക്ക് കാലം മാറിയിരിക്കുകയാ. യൗവനക്കാരെ വഴിതെറ്റിക്കുന്ന, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ചില ദുരാത്മ മണ്ഡലങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ദേശത്തും നമ്മുടെ ഇടയിലും ഉയർന്നിരിക്കുമ്പോൾ, ഒന്നുകൂടി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുരുപദേഷ്ടാക്കന്മാരുടെ ദുരാചാരങ്ങൾ നമ്മുടെ ഇടയിലും വർദ്ധിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, സകലത്തിന്റെയും പിന്നാലെ പോകരുത്. ഒരാത്മികൻ സകലത്തെയും വിവേചിക്കുന്നവനായി തീരണം. എൻ്റെ മെസ്സേജിന്റെ പ്രത്യേകത ഇതൊക്കെ തന്നെയാ. കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഏറ്റവും അധികം പ്രസംഗിക്കുന്നത് കവലകളിലാണ്, തെരുവോരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വേദികൾ ഒരുങ്ങുന്നത്. ഇതുപോലെയുള്ള വേദികളൊക്കെ വളരെ കുറവാണ്. പക്ഷേ തെരുവോരങ്ങളിലാണ് വേദി തുറക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആ ഭാഗം ഒന്നുകൂടി പറയാം. ദാവീദിന്റെ അടുക്കൽ ചെന്ന് നാഥാൻ പ്രവാചകൻ ദൂത് കൈമാറിയപ്പോൾ മാറി നിന്ന് പൊട്ടിക്കരഞ്ഞ് താൻ മാനസാന്തരത്തിലേക്ക് മടങ്ങി വന്നു. ഇതാണ് പ്രിയ കുഞ്ഞെ പ്രവചനമെന്ന് പറയുന്നത്. കേൾക്കുന്ന ദൂതിനകത്ത് കൈയടിച്ച് സ്തോത്രം പറഞ്ഞു പോകുകയല്ല, അതിനകത്ത് നിനക്ക് മടങ്ങി വരാൻ കഴിയുന്നുണ്ടോ? അതിനകത്ത് ദൈവസനിലേക്ക് ഒന്ന് മടങ്ങി വരാൻ കഴിയുന്നുണ്ടോ? അതാണ് പ്രവചനം. ഇവിടെ കാണുക, അവർ അവളിലുള്ള ദുരാത്മാവിനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഇവളെ സ്ലേവ് ഗേൾ എന്നാണ് പറയുന്നത്, അടിമ പെൺകുട്ടി. വർഷങ്ങൾ അടിമ, ഏകദേശം 8ാമത്തെ വയസ്സിൽ മുതൽ അടിമയായി ഇവിടെ കടന്നു വന്നു എന്നാണ് വേഷ്മിയുടെ കമന്ററിയിൽ ഞാൻ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവൾ അടിമയാണ്. എന്താണ്? ആർക്കോ വേണ്ടി അധ്വാനിക്കുന്നു. എരിപൊരിയുന്ന വെയിലത്തും ഇവൾ ഈ പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇവളുടെ സമ്പത്തൊക്കെ മറ്റാരോ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളിലുള്ള ദുരാത്മാവിനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ ഇവളുടെ യജമാനന്മാർക്ക് തങ്ങളുടെ ലാഭം പോയി എന്നറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇവൾ രക്ഷപ്പെട്ടെന്നോർത്തോണ്ടല്ല, മറിച്ച് അവരുടെ ലാഭം പോയെന്നറിഞ്ഞപ്പോൾ ഈ ദൈവദാസന്മാരെ പട്ടണത്തിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് നേരെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവരികയാ. ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞാൽ പ്രിയരെ, ഈ കാലഘട്ടത്തിലും കവലകളിലും തെരുവോരങ്ങളിൽ നിന്ന് സുവിശേഷം വിളിച്ചു പറയുമ്പോൾ പലരും എതിർപ്പെട്ട് വന്ന് പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, സുവിശേഷത്തിന്റെ സന്ദേശം ഏതൊക്കെ ഭവനങ്ങളിൽ കടന്നു ചെന്നിട്ടുണ്ടോ, ഏതൊക്കെ നാട്ടിൽ കടന്നു ചെന്നിട്ടുണ്ടോ, ഏതൊക്കെ വ്യക്തികളിൽ കടന്നു ചെന്നിട്ടുണ്ടോ, അവിടെയൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ബന്ധിക്കപ്പെട്ട
ബന്ധിക്കപ്പെട്ടവരുടെ ബന്ധനങ്ങളെ അഴിക്കാൻ, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവരുടെ കാരാഗ്രഹത്തിന്റെ ചങ്ങലകളെ അഴിക്കാൻ ഉലകത്തിൽ കഴിയുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ പ്രിയരെ, അത് സുവിശേഷമല്ലാതെ മറ്റൊന്നില്ല. അതുകൊണ്ടാണ് ഈ പരസ്യ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും വിളിച്ചു പറയുന്നത്, രക്ഷിക്കപ്പെടുവാൻ, മനുഷ്യന് രക്ഷ നേടുവാൻ ഉലകത്തിൽ ഒരു മാർഗമുണ്ടെങ്കിൽ അത് നസ്രനായ യേശുവിന്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കാൻ കഴിയും? അവിടെ ഇവർക്ക് പൗലോസിനും ശീലാസിനും ഒരു സ്ത്രീയെ രക്ഷിച്ചതിലൂടെ കിട്ടിയതെന്താ? കാരാഗ്രഹമാ. പ്രാർത്ഥിക്കുന്ന ഭക്തൻ, പ്രവചിക്കുന്ന ഭക്തൻ, ദൈവസന്നിധിയിൽ കരയുന്ന ഭക്തനെ ഏത് കാരാഗ്രഹത്തിൽ കൊണ്ടൊതുക്കാൻ നോക്കിയാലും പ്രിയരെ, ഞാൻ വിളിച്ചു പറയാം, അവനെ തകർക്കാൻ കഴിയത്തില്ല. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവനെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവസന്നിധിയിൽ ആരാധിക്കുന്നവനെ ഒതുക്കാൻ ആർക്കും കഴിയത്തില്ല. അന്യഭാഷയിൽ ആരാധിക്കുന്നവനെ, ദൈവത്തെ സ്തുതിക്കുന്നവനെ ഒതുക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല. അവിടെ കാണുകയാ, കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് കൈകാലുകൾ ആമത്തിലിട്ട് ബന്ധിച്ചു. പക്ഷെ ബന്ധിക്കപ്പെട്ടവരവിടെ കിടക്കുമ്പോഴും അവരുടെ ആദരത്തെ ബന്ധിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പ്രിയ കുഞ്ഞെ, നിന്റെ ശരീരത്തിൽ ബലഹീനതയുണ്ടാകാം, നിന്റെ ശരീരം ശോഷിച്ചതാകാം. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ആദരം തുറന്ന് നീ ഒരു ആമേൻ പറയാൻ കഴിയുമെങ്കിൽ, നീ ആദരം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ, നിന്റെ മുൻപിൽ ഒരു അന്ധകാര ശക്തിയും നിൽക്കത്തില്ല. നിന്റെ ദേശത്ത് ഒരു അന്ധകാര ശക്തികളും തെർവാഴ്ച നടത്തത്തില്ലെന്ന് പരിശുദ്ധാത്മാവിൽ സുവിശേഷം മഹായോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ ഞാൻ ദൂത് കൈമാറുകയാ. ഇവിടെ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചപ്പോൾ കൈകാലുകളൊക്കെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഇവർ ആരാധന ശക്തമായപ്പോൾ അവിടെ കാണുന്നുണ്ട്, പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാരൊക്കെയും കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ കാരാഗ്രഹത്തിന്റെ ഈ അടിസ്ഥാനം ഇളകി, അവിടെ കുലുങ്ങി. ഇവരുടെ കൈമേലും കാലുമേലും ഉണ്ടായിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാര്യമെന്തെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുന്നവന് ചങ്ങല വിഷയമല്ല പ്രിയരെ, പ്രാർത്ഥിക്കുന്നവന് ബന്ധനം വിഷയമല്ല. പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തെ ആരൊക്കെ ബന്ധിക്കാൻ നോക്കിയാലും, അവന്റെ ഭാവിയെ ആരൊക്കെ തകർക്കാൻ നോക്കിയാലും, പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയെ ആരുടയ്ക്കാൻ നോക്കിയാലും, ഈ രാത്രിയിലെ മലക്കാല ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. ദൈവം നിന്നോട് കൈമാറിയിരിക്കുന്ന ദൂതുകൾ, നിന്നോട് അറിയിച്ചിരിക്കുന്ന ദൈവശബ്ദം, അത് സമയബന്ധിതമായി നടക്കും. അത് സമയബന്ധിതമായി അത് നടക്കും. അത് സമയബന്ധിതമായി അതിന്റെ പ്രവൃത്തി നടക്കും. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ ഒരു ശക്തികൾക്കും ബന്ധിക്കാൻ കഴിയത്തില്ല. നിന്റെ സഭയെ ഒരു ശക്തിക്കും ബന്ധിക്കാൻ കഴിയത്തില്ല. നിന്റെ കുടുംബത്തെ ഒരു ശക്തിക്കും ബന്ധിക്കാൻ കഴിയത്തില്ല. നിന്റെ തലമുറയെ ഒരു ശക്തികൾക്കും ബന്ധിക്കാൻ കഴിയത്തില്ല. അടകൽ പ്രമനിയാം ധേരിയ അർത്ഥ പ്രമാണിയാം ധേരലമൗഷ്യാന. അവിടെ കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്ന് ഞെട്ടിയെഴുന്നേറ്റ മനുഷ്യൻ ഓടി കാരാഗ്രഹത്തിലേക്ക് വന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാ. ഒരു മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല, മുഴുവനും അന്ധകാരമാ. അപ്പോൾ കാരാഗ്രഹ പ്രമാണി തലേ ദിവസം പൗലോസിനെയും ശീലാസിനെയും അവിടെ കാണുന്നുണ്ട് വളരെ അടുപ്പിച്ച ശേഷം അവരെ കാരാഗ്രഹത്തിൽ ആമത്തിലിട്ട് പൂട്ടിയെന്ന്. അങ്ങനെയാണെങ്കിൽ അവരെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നിട്ടപ്പോൾ കുറ്റവാളികളായിട്ടാണെങ്കിൽ പൗലോസിനെയും ശീലാസിനെയും നോക്കിക്കൊണ്ട് കാരാഗ്രഹ പ്രമാണി വിളിക്കുന്ന ഒരു പേരുണ്ട്, യജമാനന്മാരെ, യജമാനന്മാരെ, യജമാനന്മാരെ എന്ന്. പ്രാർത്ഥിക്കുന്നവനെ നോക്കി ദേശം വിളിക്കും യജമാനനെ എന്ന്. പ്രാർത്ഥിക്കുന്നവനെ നോക്കി ദേശം വിളിക്കും യജമാനനെ എന്ന്. നിന്റെ അകത്തളങ്ങളിൽ പകർന്നിരിക്കുന്ന ഈ അഭിഷേകത്തിന് അത്രമാത്രം ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവത്തിനും ആ കരം തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ മുൻപിൽ മുട്ടുമടക്കാത്ത ഒരു ദേശ ശക്തിയുമില്ല. പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ മുൻപിൽ മുട്ടുമടക്കാത്ത ഒരു അന്ധകാര മണ്ഡലവുമില്ല. ചോദിക്കുന്ന ചോദ്യം ഇതാ, യജമാനന്മാരെ, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ചോദ്യം വളരെ പ്രസക്തമാ. ചോദിക്കുന്ന ചോദ്യത്തിന് പൗലോസും ശീലാസും മറുപടി പറയുക, കർത്താവായ, ഉറക്കെ പറയാൻ കഴിയുമോ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒന്നുകൂടി ഉച്ചത്തിൽ പറയാൻ കഴിയുമോ? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എൻ്റെ പ്രിയരെ, കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ പല ആവർത്തി കവലപ്രസംഗങ്ങളുമായിട്ട് യാത്ര ചെയ്തപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. പല ഭവനങ്ങൾക്കകത്തും അമ്പരചുംബിയായിരിക്കുന്ന സപ്തവർണ്ണാലങ്കൃതമായിരിക്കുന്ന ഒട്ടനവധി മണിമാളികകളുണ്ട്. ബാങ്കിൽ യൂറോയും ദിനാറും പൗണ്ടുമൊക്കെ മാറിയത് കിടപ്പുണ്ട്. പക്ഷേ പല കുടുംബത്തിൻ്റെ അകത്തും സമാധാനമില്ല.
പല കുടുംബങ്ങളിലെയും തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുക. കവലപ്രസംഗത്തിൻ്റെയും ഇതുപോലെ പൊതുസ്ഥലത്തുള്ള സുവിശേഷ യോഗത്തിൻ്റെയൊക്കെ ഏക ഉദ്ദേശമെന്ന് ചോദിച്ചാൽ, ഒരു കുടുംബമെങ്കിലും ഈ സന്ദേശത്തിലൂടെ പുറത്തു വരാൻ കഴിഞ്ഞെങ്കിൽ, ഒരു കുടുംബമെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ അതിനപ്പുറം മറ്റൊരു സന്ദേശവും ഞങ്ങൾക്കില്ല. ഞാൻ ചില നാളുകൾക്ക് മുൻപ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പരസ്യോഗ യാത്ര നടക്കുന്നതിനിടയിൽ ആലപ്പുഴ ജില്ലയിൽ ഒരു നല്ല ഗ്രാമത്തിൽ പോയി നിന്നുകൊണ്ട്, എരിപുരിയുന്ന വെയിലത്ത് നിന്നുകൊണ്ട് ഒരു സന്ദേശം ഞാൻ കൈമാറുകയാണ്. ആ പ്രദേശത്തെ ഗ്രാമത്തിൽ ഒത്തിരി ആളുകൾ എൻ്റെ സന്ദേശം കേൾക്കാൻ വന്ന് നിൽക്കുന്നു. എനിക്കും സന്തോഷം. ഞാൻ അവരുടെ നടുവിൽ നല്ല നട്ടുച്ച വെയിലത്ത് നിന്നുകൊണ്ട് ഞാനൊരു സന്ദേശം കൈമാറി. ആ കൈമാറിയ സന്ദേശം ഇപ്രകാരമാണ്: യൗവനക്കാരായിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് 3 മക്കൾ, മൂത്തവൻ MBAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ബാക്കി 2 പെൺമക്കളാണ്. 9ലും +1ലും പഠിക്കുന്ന 2 പെൺമക്കളും. അനുഗ്രഹിക്കപ്പെട്ട നല്ല കുടുംബം. പക്ഷേ ആ കുടുംബത്തിലെ അങ്കിൾ ഒരു KSEBയിലെ ഉദ്യോഗസ്ഥനാണ്. ആൻറ്റിക്കും നല്ലൊരു ജോലിയുണ്ട്, നല്ല കുടുംബമാണ്. ഈ അങ്കിളിന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആൻറ്റി ജോലി റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുക. ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലേക്ക് അവരുടെ 25ാമത്തെ വിവാഹ വാർഷികത്തിൽ ഒരു അതിഥി എന്ന വണ്ണം ആരോ അല്പം മദ്യം കൊണ്ടുവന്ന് ഈ മനുഷ്യന് കൊടുത്തു. ഈ അങ്കിള് 25ാമത്തെ വിവാഹ വാർഷികത്തിൽ കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടി ഈ അല്പം മദ്യമൊന്ന് സേവിക്കാനായിട്ടിടയായി തീർന്നു. പ്രിയരെ, തിരിച്ചറിയണം, എന്നാണോ ആ കുടുംബത്തിൻ്റെ അകത്തേക്ക് മദ്യം കടന്നു വന്നത്, ആ കുടുംബത്തിൻ്റെ വെളിച്ചം മുഴുവനും പതുക്കെ പതുക്കെ അസ്തമിക്കാനായിട്ട് തുടങ്ങി. പ്രിയരെ, തിരിച്ചറിയുക, ഏത് കുടുംബത്തിൻ്റെ അകത്തേക്ക് മദ്യം കടന്നു വരുന്നുണ്ടോ ആ കുടുംബം തകർച്ചയിലേക്ക് പോകുമെന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ആ കുടുംബം. പ്രിയരെ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. അവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. നല്ല കുടുംബമാണ്, പക്ഷെങ്കിൽ ആ കുടുംബത്തിലേക്ക് എന്നാണോ ഒരു മദ്യസൽക്കാരം കടന്നു വന്നു, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആ പിതാവ്, ആ കുടുംബത്തിലെ യൗവനക്കാരനായിരിക്കുന്ന നല്ല പിതാവ്, ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ മദ്യത്തിന് അടിമയായി മാറി. ദിനംപ്രതിയും ആ മനുഷ്യൻ മദ്യം സേവിക്കാൻ തുടങ്ങിയ ഒരു സ്വഭാവത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ആ മനുഷ്യൻ്റെ ജോലിയിലെ ഒരു പിഴവ് കൊണ്ട് തൻ സസ്പെൻഷൻ കിട്ടി ആ മനുഷ്യൻ വീട്ടിലിരിക്കുക. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യന് വരുമാനം കുറഞ്ഞു. വരുമാനമില്ലാത്ത അവസ്ഥയിലായി. ഈ മനുഷ്യന് മദ്യപിക്കണം. സാഹചര്യങ്ങൾ വളരെ പ്രതികൂലമായപ്പോൾ പഴയ തെങ്ങ് കയറ്റ ജോലിയുമായി ബന്ധപ്പെട്ട് ഈ മനുഷ്യൻ ജോലിക്ക് പോയി തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ ഈ മനുഷ്യൻ കുടിയനായി മാറിയ വിവരമാണ് നാട്ടിൽ മുഴുവനും അറിഞ്ഞത്. പേരും പ്രതാപവുമുള്ള നല്ല കുടുംബമാണ്. പക്ഷെ മദ്യം എന്നാണോ കടന്നു വന്നത്, കുടുംബം ആകെ തകർച്ചയിലേക്ക് പോയി. തൻ്റെ കുഞ്ഞുങ്ങൾ കലാലയത്തിൽ പോയി വൈകുന്നേരം ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ കുഞ്ഞുങ്ങൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. കുഞ്ഞുങ്ങളുടെ കലാലയത്തിൻ്റെ അടുത്തുള്ള പീടികയുടെ അടുക്കൽ ഒത്തിരി ആൾക്കാർ കൂടി നിൽക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളും 9ലും +1ലും പഠിക്കുന്ന കുഞ്ഞല്ലേ, ഇവർ ഓടിച്ചെന്നു എന്താണെന്ന് കാണാൻ. ഇവർ കാണാനായിട്ട് ഓടിച്ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്: മദ്യപിച്ച് ലക്കുകെട്ട് അർദ്ധനഗ്നനായി അഴുക്കുചാലിൽ കിടക്കുന്ന പിതാവിനെ ഈ പെൺമക്കൾ കാണുന്നു. ഓടിച്ചെന്ന് ഈ പിതാവിൻ്റെ ഉടുവസ്ത്രമടക്കം എടുത്ത് ഈ പിതാവിൻ്റെ അടുക്കലെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ ഈ പിതാവിൻ്റെ ചില പ്രതികരണത്തിൽ നിന്നും ഈ മക്കൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി വരികയാണ്. ഓടി വരുമ്പോൾ സിറ്റൗട്ടിൽ കോളേജിൽ പോയി എക്സാം കഴിഞ്ഞ് വന്ന് ചായ ഊതിക്കുടിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരനെ കാണുന്നു. സഹോദരൻ ഓടി വന്ന് ചോദിച്ചു, എന്താ കുഞ്ഞുങ്ങളെ പറ്റിയത്? ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, നമ്മുടെ ഈ അപ്പൻ മദ്യപിച്ച് ലക്കുകെട്ട് അവിടെ അഴുക്കുചാലിൽ കിടക്കുകയാണ്. ഈ മകനോട് കാര്യങ്ങൾ ഓരോന്നായിട്ട് വിവരിച്ചു. അത് വിവരിക്കാനായിട്ട് എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയും ഈ സഹോദരനോട് ഈ സഹോദരിമാർ പറഞ്ഞു. പാതികേറിയ വസ്ത്രവുമായി ഓടി വന്ന ഈ സഹോദരിമാരെ കണ്ട മാത്രയിൽ ഈ ചെറുപ്പക്കാരനായിരിക്കുന്ന ഈ മകൻ്റെ അകത്തളങ്ങളിൽ എന്തോ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഈ മകൻ നേരെ അടുക്കളയിൽ ചെന്ന് പുല്ലരിയുന്ന അരിവാളെടുത്ത് തൻ്റെ എളിയിൽ വെച്ചിട്ട് ഈ മകൻ നേരെ അപ്പൻ കിടക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ മകൻ പതുക്കെ നടക്കാൻ തുടങ്ങി. ആദ്യമേ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പതുക്കെ നടന്നാണ് പോയതെങ്കിൽ അല്പം കഴിഞ്ഞപ്പോൾ ആ നടത്തത്തിന് വേഗത കൂടി. അല്പം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ആ മകൻ്റെ നടത്തം മാറി. ആ മകൻ ഓടാൻ തുടങ്ങി. ആ മകൻ ദൂരവേ നിന്ന് കണ്ടു തൻ്റെ അപ്പൻ അഴുക്കുചാലിൽ കിടക്കുന്നത് ആ മകൻ കണ്ടു. ആ മകൻ തൻ്റെ അപ്പനെ അഴുക്കുചാലിൽ നിന്നും കോരിയെടുത്ത് തൻ്റെ മടിയിലേക്ക് കിടത്തിയിട്ട് തൻ്റെ എളിയിൽ തിരികെ അരിവാളെടുത്ത് 1 2 3 എന്ന് പറഞ്ഞ് അപ്പൻ്റെ ശിരസിലേക്ക് ആഞ്ഞാഞ്ഞു വെട്ടി. ആ മകൻ ആ നടുറോഡിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്: ഇതുപോലെ മദ്യപിക്കുന്ന ഒരപ്പൻ ഞങ്ങൾക്കിനി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭ്രാന്തനെ പോലെ തൻ്റെ മുടിപിച്ച് പറിക്കുന്നത് നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടതാ, നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ടതാ. അതുകൊണ്ട് പ്രിയരെ, ആ മകൻ വിളിച്ചു പറയുക, ഇതുപോലെ മദ്യപിക്കുന്ന ഒരു പിതാവ് ഞങ്ങൾക്ക് വേണ്ട, ഇതുപോലെ മദ്യപിക്കുന്ന ഒരപ്പൻ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുമ്പോൾ
എന്തൊരു അധപ്പതിച്ച അവസ്ഥയിലേക്ക് ആ കുടുംബം മാറി. ചില നാളുകൾക്ക് മുൻപ് വരെയും അസാധാരണമായിട്ട് സന്തോഷമുണ്ടായിരുന്ന കുടുംബമാ. പക്ഷെ എന്ത് സംഭവിച്ചു പ്രിയരെ? അവരറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിലേക്ക് കടന്നു വന്ന മദ്യം ആ കുടുംബത്തെ ആകെ തകർത്തു. എന്നെ വേദനിപ്പിച്ച വിഷയം മറ്റൊന്നാ. ഇതേ വിഷയം ആ കൊച്ചു ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ വേലിക്കെട്ടുകളുടെ ഇടയിലൂടെ ഒരു ആൻറ്റി ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രഭാഷണം മുഴുവനും ചെമ്പരത്തി വേലിയൊക്കെ വകഞ്ഞു മാറ്റി അവർ ഈ പ്രഭാഷണം ദൂരമേ നിന്ന് കേൾക്കുകയാണ്. എൻ്റെ പ്രഭാഷണത്തിന് അനന്തരം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ആൻറ്റി എൻ്റെ അടുക്കിലേക്ക് വന്നു. ഈ ആൻറ്റി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. ഞങ്ങൾ ആ വീട്ടിലേക്ക് പതുക്കെ നടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ വീടിന് നല്ല അതിമനോഹരമായിരിക്കുന്ന വീടാണ്. വീടിന് മുറ്റത്തൊക്കെ കാട് പിടിച്ച് കിടക്കുന്നു. നല്ല മനോഹരമായ വീടാണ്. പക്ഷേ എന്തോ ഒരു പന്തികേട്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സിറ്റ് ഔട്ടിൽ 2 പിക്ചറുണ്ട്. ഒന്ന് 2 പിക്ചറിൻ്റെയും താഴെ പുഷ്പമാല കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചോദിച്ചു, ആൻറ്റി എന്താണ് പ്രാർത്ഥിക്കേണ്ട വിഷയം? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരൊക്കെ ഈ വീട്ടിലുണ്ട്? അപ്പോൾ പറഞ്ഞു, ഞാനും എൻ്റെ 2 പെൺമക്കളും. വീണ്ടും ഞാൻ ചോദിച്ചു, ഇവിടുത്തെ പിതാവാണോ അത് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, മോനെ നീ അല്പം മുൻപ് പ്രസംഗിച്ച വിഷയം, ആ സംഭവം നടന്ന ഭവനം മറ്റൊന്നുമല്ല, അതെൻ്റെ ഈ ഭവനമാണെന്ന് ആ ആൻറ്റി പറഞ്ഞപ്പോൾ ആൻറ്റി എന്നോട് വീണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ മകനെ എപ്പോഴാണോ കൈകൾക്ക് വിലങ്ങ് വെച്ച് എൻ്റെ ഭർത്താവിൻ്റെ ഘാതകനായിട്ട് ഇവിടുന്ന് വിലങ്ങ് വെച്ച് കൊണ്ടുപോയത്, അപ്പോൾ തന്നെ ആ മകനും മരിച്ചു എന്ന് ഞാൻ നിശ്ചയിച്ച വീടിന് മുറ്റത്ത് ആ കാണുന്ന ആ തെങ്ങില്ലേ, ആ മകനും മരിച്ചതായിട്ട് ഞാൻ കണക്കാക്കി കഴിഞ്ഞു. എനിക്കിനി അതുപോലെ ഒരു മകനില്ല. പ്രിയരെ, ഞാൻ ചോദിക്കട്ടെ, ഈ കുറ്റം ചെയ്ത മകനാണോ കുറ്റവാളി, അതോ മദ്യപിച്ച പിതാവാണോ? ചോദ്യം നിങ്ങളിലേക്ക് ഞാൻ വിടുകയാ. മദ്യപിച്ച് ലെക്ക് കെട്ട് നടന്ന പിതാവിനെ കൊന്ന മകനാണോ കുറ്റവാളി, അതോ മദ്യപിച്ച അപ്പനാണോ കുറ്റവാളി? വീണ്ടും ഞാൻ ചോദിക്കുക, ആ കുടുംബത്തെ തകർത്തത് എന്താണെന്ന് ചോദിച്ചാൽ പ്രിയരെ, അവിടെ ആ കുടുംബത്തെ തകർത്തത് മദ്യമാണെങ്കിൽ അനേക ഭവനങ്ങൾ ഇന്ന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അനേക കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുമ്പോൾ, പല കുടുംബങ്ങളും രക്ഷയില്ലാതെ സമാധാനമില്ലാതെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നു, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ ഉലകത്തിൽ ഒരു മാർഗമുണ്ടെങ്കിൽ പ്രിയരെ, അത് മറ്റൊന്നുമല്ല, അത് യേശുവിന്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗവും ഉലകത്തിലില്ല എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക. എത്രയോ കുടുംബങ്ങൾ മദ്യപാനം കൊണ്ട് ശിഥിലമാകുന്നു, എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. പല കുടുംബങ്ങൾക്കകത്തും സന്തോഷമില്ലാതെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. ഈ മണക്കാല സുവിശേഷ മഹായോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ വിളിച്ചു പറയുന്നു, പ്രിയരെ, നിന്റെ കുടുംബത്തെ തകർക്കുന്ന മദ്യപാനമാണെങ്കിലും വഴിവിട്ട ജീവിതമാണെങ്കിലും കടഭാരമാണെങ്കിലും അതിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ഉലകത്തിൽ കരുത്തുള്ള കഴിവുള്ള ഉലകത്തിലെ ഏകമാർഗമേതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിളിച്ചു പറയും, അത് യേശുവിന്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗം ഉലകത്തിൽ ഇല്ലവേ ഇല്ല. ഇവിടെ ആർക്കും ആരോടും ക്ഷമിക്കാൻ കഴിയുന്നില്ല. മകൻ അപ്പനെ കൊല്ലുന്നു, അപ്പൻ മക്കളെ കൊല്ലുന്നു. തിരുവനന്തപുരത്ത് തന്നെ ആറ്റിങ്ങൽ നോക്ക്, ഒരു മകൻ 5 കൊലപാതകമാ ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു കൂട്ടിയത്. പ്രിയരെ, ഇത്രമാത്രം അതപ്പതിച്ച ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് മാറിയെങ്കിൽ മദ്യപാനവും വഴിവിട്ട ജീവിതവും കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, മനുഷ്യൻ അനുഭവിക്കപ്പെടുന്ന ഏതൊരു പ്രശ്നത്തിനും ഒരൊറ്റ പരിഹാരം, അത് യേശുവിനല്ലാതെ മറ്റൊന്നില്ല. പൈപ്പിനകത്ത് പാമ്പിനെ കയറ്റി സ്വന്തം ഭാര്യയെ കൊത്തിച്ചു കൊല്ലുന്നവനും, കഷായത്തിനകത്ത് വിഷം കൊടുത്തു കൊല്ലുന്ന മറ്റൊരുവളും, സൈനഡ് കൊടുത്തു കൊല്ലുന്ന ജോലിയടക്കമുള്ള ആളുകൾ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയാം, ആർക്കും ആരോടും ക്ഷമിക്കാത്ത കാലഘട്ടത്തിലൂടെയാ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിലൊക്കെയും ആർക്കും ആരോടും ക്ഷമിക്കാത്ത കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിന് ആവശ്യം കവല പ്രസംഗങ്ങളാണ്. ഈ കാലഘട്ടത്തിന് ആവശ്യം സുവിശേഷ യോഗങ്ങളാണ്. അതുകൊണ്ടാണ് പ്രിയരെ, കവലകളിലും മൈക്ക് കെട്ടിവെച്ച് പരസ്യമായി ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്ന ഏതൊരു പ്രശ്നത്തിനും പരിഹാരം തരാൻ ഉലകത്തിൽ കഴിയുന്ന ഒരൊറ്റ സന്ദേശം, അത് ഈ സുവിശേഷത്തിലല്ലാതെ കഴിയത്തില്ല. പ്രിയരെ, സുവിശേഷം എന്നത് ക്ഷമയുടെ സന്ദേശമാണ്. പ്രിയരെ, നമുക്കറിയാം ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന മനുഷ്യനെ കൂട്ടക്കുരുതി നടത്തി. നമുക്കറിയാം ഫിലിപ്പ് തീമത്തി എന്ന് പറയുന്ന 2 മക്കളെയും കൂട്ടക്കുരുതി നടത്തിയെങ്കിലും അവരെ തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി വിധിപ്രഖ്യാപനം നടക്കുന്ന സമയത്ത് ഗ്ലാഡ്സിൻ പറഞ്ഞൊരു മറുപടി വളരെ ശ്രദ്ധേയമാണ്. നീതിന്യായപീഠത്തിൽ നിന്നുകൊണ്ട് ചോദിച്ച ചോദ്യത്തിന് അവർ പറഞ്ഞു, പ്രിയ മാതാവേ, അങ്ങയുടെ മക്കളെയും ഭർത്താവിനെയും കൊന്ന ഘാതകരായി നിൽക്കുന്നത്
നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനമായി പറയാനോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മാതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ യേശു സകലരോടും ക്ഷമിക്കാനാണ് പഠിപ്പിച്ചത്. എൻ്റെ യേശു സകലരോടും ക്ഷമിക്കാനാണ് പഠിപ്പിച്ചതെന്ന് ആ മാതാവ് പറയുന്നെങ്കിൽ പ്രിയരെ, സുവിശേഷത്തിൻ്റെ പ്രത്യേകത അത് ക്ഷമയുടെ സന്ദേശമാണ്. സുവിശേഷത്തിൻ്റെ പ്രത്യേകത അത് ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വന്തം പിതാവിനെ പോലും 6 കഷ്ണങ്ങളാക്കി വെട്ടുനുറുക്കി കായലോരത്തും കടലോരത്തും തലമുറകൾ വലിച്ചെറിയപ്പെടുമ്പോൾ ആരോടും ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉലകത്തിൽ അവതരിക്കപ്പെട്ടിട്ടുള്ള ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഞാൻ വിളിച്ചു പറയുന്ന സുവിശേഷമല്ലാതെ. അതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട്, മുക്തിക്കായിട്ട് ഉലകത്തിൽ ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ. അതായത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്ക, എന്നാൽ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? പ്രിയരെ, തകർച്ചയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഏതോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അവനൊരു ആശ്വാസത്തിന് വേണ്ടി അവൻ ഇരുട്ടിൽ തപ്പുമ്പോൾ പ്രിയരെ, ഞാൻ വിളിച്ചു പറയാം, യേശുവിന് ഏതൊരു മനുഷ്യൻ്റെയും വിഷയത്തിന് പരിഹാരം തരാൻ കഴിയും. അത് മദ്യപാനിയായിക്കൊള്ളട്ടെ, കൊലപാതകിയായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവനെ പുറത്തു കൊണ്ടുവരാൻ യേശുവിന് കഴിയും പ്രിയരെ. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുവരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരൊറ്റ മാർഗം, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനവകുലത്തിന്റെ നടുവിൽ രക്ഷയ്ക്കുള്ള ഏക മാർഗം അത് യേശുവിന്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല. കർത്താവായിരിക്കുന്ന യേശുനാഥൻ തന്നെ പഠിപ്പിച്ചു. ഗത്സമനയിൽ വെച്ച് യേശുവിനെ പിടിക്കുന്ന സമയത്ത് പത്രോസ് തൻ്റെ എളിയിൽ തിരികെ വാളെടുത്ത് യേശുവിനോട് ചോദിക്കുന്നു, യേശുവെ ഞാൻ വെട്ടട്ടെ എന്ന് ചോദിക്കുന്നതിന് മുൻപ് തന്നെ പത്രോസ് വെട്ടിക്കഴിഞ്ഞു. മൽക്കോസിന്റെ കാതറ്റ് നിലത്ത് വീണപ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, പത്രോസിനോട് യേശു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കവലകളിലൊക്കെ പ്രസംഗിക്കുമ്പോൾ അത് ലോകം മുഴുവനും ഒരേ സ്വരത്തിൽ കേട്ടിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു നല്ല പദപ്രയോഗമുണ്ട്. യേശു പത്രോസിനോട് പറയുന്നത് സകലത്തിനെയും വെട്ടി വീഴ്ത്താനല്ല, മറിച്ച് യേശു പറയുന്ന പദം ഇതാണ്, പത്രോസേ നിന്റെ വാൾ അത് ഉറയിലിടുക. വാളെടുക്കുന്നവൻ എന്ത് ചെയ്യും? വാളാൽ നശിക്കും. ഇതുപോലെ ഉലകത്തിൽ പറയാൻ കരുത്തുള്ള ഏത് ഗുരുവുണ്ട്, ഉലകത്തിൽ പറയാൻ കഴിയുന്ന ഏത് രക്ഷകനുണ്ട്? ആയുധമുണ്ടാക്കാനും ആയുധം നിർമ്മിക്കാനും അവരന്റെ കരളറുത്തു മാറ്റാനും മടിയില്ലാത്ത കാലഘട്ടത്തിൽ സുവിശേഷം വിളിച്ചു പറയുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഏകനാമം, അത് യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. കാരാഗ്രഹ പ്രമാണിയോടും പറഞ്ഞ ഒരൊറ്റ കാര്യം ഇതാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. പ്രിയരെ, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വേഗത്തിൽ ഓടിച്ചു പറയുക, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഭവിക്കപ്പെടുന്ന എല്ലാ പ്രശ്നത്തിനും ഒരൊറ്റ പരിഹാരം, അത് കർത്താവായ യേശുവിലാണ്. ഈ ദേശത്ത് മണക്കാല അനുഗ്രഹിക്കപ്പെട്ട ഈ ദേശത്ത് ഈ ശബ്ദവാഹിനിയുടെ പരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങളുടെ തലമുറകൾ മദ്യപാനത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ രാത്രിയാമങ്ങളിൽ അവർ ജോലി കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് കയറി വരുന്നത് കാത്ത് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരോട് ഞാൻ വിളിച്ചു പറയാം, തലമുറയോർത്ത് നിങ്ങൾ വിലപിക്കുമ്പോൾ, തലമുറയോർത്ത് കരയുമ്പോൾ, കൈ വളരുന്നുവോ കാൽ വളരുന്നുവോ എന്ന് നോക്കി അവരൊന്ന് കരയാൻ പോലും സമ്മതിക്കാതെ അവരെ മാറത്ത് കിടത്തി ഉറക്കിയ മാതാപിതാക്കന്മാരോട് ഞാൻ വിളിച്ചു പറയുന്നു, തലമുറകളുടെ ജീവിതം അത് നാശത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സന്ദേശം ഏതെന്ന് ചോദിച്ചാൽ പ്രിയരെ, യേശുവിനെ കഴിയത്തുള്ളൂ. ഒത്തിരി മാതാപിതാക്കന്മാർ സന്ധ്യയാകുമ്പോൾ മക്കൾ എങ്ങനെയാണ് ഭവനത്തിലേക്ക് വരുന്നതെന്ന് നോക്കി മാറത്തടിച്ച് വിലപിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. കുഞ്ഞിലെ അവരെ ഒന്ന് മാറ്റിക്കിടത്തിയാൽ അവർ ഭയക്കുമോ പേടിക്കുമോ എന്ന് ചോദിച്ചു ഓർത്തുകൊണ്ട് സ്വന്തം ചാരെ കിടത്തി അവരുടെ ഓരോ വളർച്ചയും നോക്കിക്കണ്ട മാതാപിതാക്കന്മാർ ഒരു കാലഘട്ടത്തിൽ അവരുടെ ശബ്ദം കേൾക്കാൻ കൊതിച്ചിരുന്നെങ്കിൽ കാലം പതിയെ പതിയെ മാറി തുടങ്ങിയപ്പോഴേക്കും അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ ഭയക്കുന്ന കാലഘട്ടത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഞാൻ വേഗത്തിൽ ഓടിച്ചു പറയാം. അങ്ങനെ ഒരു കാലത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ, നാം വിരിച്ചിടുന്ന പായിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന തലമുറയുണ്ടെങ്കിൽ ഒത്തിരി യൂറോയോ ദിനാറോ പൗണ്ടോ ഡോളറോ ഒന്നും കയ്യിലില്ലെങ്കിലും പ്രിയരെ, നാം വിരിക്കുന്ന പായുടെ ഒരറ്റത്ത് വന്നിരുന്ന് ദൈവത്തെ പാടി ആരാധിക്കുന്ന തലമുറയുണ്ടെങ്കിൽ പ്രിയ മാതാവേ, അതിൽ പരം ഭാഗ്യം മറ്റൊന്നുമില്ല. പ്രിയ പിതാവേ, അതിൽ പരം മറ്റൊരു ഭാഗ്യമില്ല പ്രിയരെ. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ യേശുവിനെ കഴിയത്തുള്ളൂ. ഞാൻ ആ ഭാഗം വിടുകയാ. അതുകൊണ്ട് പറയുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല, ഏകമാർഗം ക്രിസ്തുവിലാണ്. മറ്റൊന്ന്, രണ്ടാമത്തെ വിഷയം, യേശു
സ്വാതന്ത്ര്യത്തിൻ്റെ ഏക മാർഗം അത് യേശുവാണ്. ഒന്ന്, രക്ഷയുടെ മാർഗം അത് യേശുവാണ്. രണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗം അത് യേശുവാണ്. എന്താണ് നമുക്ക് നോക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം തന്നെ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ അക്കരെ നിന്ന് 4-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യത്തിൽ തുടങ്ങി യേശു അവിടെ ഒരു കൂട്ടം ആളുകളോട്, വലിയൊരു പുരുഷാരത്തോട് മുഴുവനും വചനം സംസാരിച്ചിട്ട് യേശു അക്കരെ നിന്ന് ഇക്കരയ്ക്ക് പോകാമെന്ന് ശിഷ്യന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. അവരക്കരെ നിന്നും വളരെ വേഗത്തിൽ ഇക്കരയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ സാധാരണഗതിയിൽ വൈകുന്നേരമാകുന്ന സമയത്ത് ഗത്സമനിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാറാ പതിവ്. പക്ഷേ പതിവിലും വ്യത്യസ്തമായി അവിടെ യേശുനാഥൻ പറയുക, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് ശിഷ്യഗണങ്ങളോട് പറയുന്നു. അവരങ്ങനെ അക്കരയ്ക്ക് പോകുക. അവരക്കരയ്ക്ക് പോകുമ്പോൾ ഒട്ടനവധി ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അവിടെ കാണുക, കാറ്റും കോളും തിരമാലകളും പ്രതികൂലമായിക്കൊണ്ട് യേശുനാഥൻ സഞ്ചരിച്ച പടകിലേക്ക് കാറ്റും തിരയും തള്ളിക്കയറാൻ തുടങ്ങി. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ, യേശുനാഥൻ പടകിൻ്റെ അമരത്ത് സകല നിയന്ത്രണങ്ങളെയും സ്ഥാനത്ത് യേശുനാഥൻ തലവെച്ചുറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും കാറ്റും കോളും തിരമാലകളും പടകിന് നേരെ ഒന്നൊന്നായി ആഞ്ഞടിക്കാൻ തുടങ്ങി. പ്രിയരെ, യേശുനാഥൻ ഉള്ള പടകിനകത്തേക്ക് കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കാൻ തുടങ്ങിയത്. യേശു സഞ്ചരിക്കുന്ന പടകിനകത്ത് കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കാൻ തുടങ്ങിയത്. കുഞ്ഞെ, നീ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ, നീ ഉപവസിക്കുമ്പോൾ, നീ ദൈവസന്നിധിയിൽ കരയുമ്പോൾ, നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ആത്മാവിൽ ഞാൻ പറയാം, കർത്താവ് നിന്റെ പടകിനകത്തുള്ളപ്പോഴും പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു പ്രതിസന്ധിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. അപ്പച്ച, ഒരു പ്രതിസന്ധിക്കും നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ കഴിയത്തില്ല. ഒരു പ്രതികൂലത്തിനും നിന്റെ കുടുംബത്തെ തകർക്കാൻ കഴിയത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിന്റെ പടകിനകത്ത് കർത്താവ് ഉള്ളത് കൊണ്ട് ഒരു അന്ധകാര ശക്തിക്കാട്ടെ, ഒരു പ്രകൃതി ശക്തിക്കാട്ടെ, ഒരു അന്ധകാര മണ്ഡലത്തിനാകട്ടെ നിന്റെ കുടുംബത്തെ തകർക്കാൻ കഴിയത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞാൽ അതങ്ങനെ തന്നെയാ. കാരണം നിന്റെ പടകിനകത്ത് കർത്താവുണ്ട്. അവിടെ കാണുക, കാറ്റും കോളും തിരമാലകളും ശക്തമായി ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ, പടകിലേക്ക് തിരകൾ തള്ളിക്കയറിയപ്പോൾ, അവർ മാറത്തടിച്ച് നിലവിളിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. കാറ്റും കോളും തിരമാലകളും ശക്തമാ. കാറ്റും കോളും തിരമാലകളും ശക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യം, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുക. നീ പടകിനകത്തുണ്ട്, പക്ഷെ ഞങ്ങൾ നശിച്ചു പോകുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കണ്ടോണം. അവിടെ കാണുക, ഒത്തിരി ചെറു പടകുകൾ അവിടെയുണ്ട്. പക്ഷേ ആ ചെറു പടകുകളിലേക്കൊന്നും കാറ്റും കോളും തിരമാലകളും അടിക്കുന്നത് അവിടെ കാണുന്നില്ല. പക്ഷേ കർത്താവുള്ള പടകിനകത്ത് അതടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദൂതോടെ പറഞ്ഞ ആ ഭാഗം ഞാൻ വിടാം. കർത്താവുള്ള പടകിനകത്തേക്ക് കാറ്റോ കോളോ തിരമാലയോ കടഭാരമോ രോഗമോ എന്ത് കടന്നു വന്നാലും പ്രിയരെ മുക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആ പടക് മുങ്ങിപ്പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിന്റെ കുടുംബമാകുന്ന പടകിനെതിരെ പലതും പലപ്പോഴും വാദിച്ചപ്പോഴും, പലതും നിന്റെ കുടുംബത്തെ തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ചപ്പോഴും, പലതും നിന്റെ തലമുറയെ ഉടച്ചു കളയുമെന്ന് വെല്ലുവിളിച്ചപ്പോഴും, അതിൻ്റെ മധ്യത്തിലും തകർന്നു പോകാത്തതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒന്നേയുള്ളൂ, നിന്റെ പടകിനകത്ത് കർത്താവുണ്ട്. ഒന്നേയുള്ളൂ കുഞ്ഞെ, നിന്റെ പടകിനകത്ത് കർത്താവുണ്ട്. നിന്റെ പടകിനകത്ത് കർത്താവ് ഉള്ളിടത്തോളം കാലം നിന്നെ തകർക്കാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾക്കെതിരായി വ്യാപരിക്കപ്പെടുന്ന, തലമുറകളെ പോലും തകർത്തു കളയുമെന്ന് വാദിക്കുന്ന സകല അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോഴും പ്രതിസന്ധികളായി പ്രതികൂലമായി ഉയർന്നു വരുന്ന സകല ഇരുട്ടിന്റെ വെല്ലുവിളികളും ഈ രാത്രിയിൽ കുടുംബത്തെ വിട്ട്, തലമുറകളെ വിട്ട് മാറിപ്പോകട്ടെ. ഓ ഹല്ലേലൂയ. അവിടെ കാണുക, കർത്താവ് വേഗത്തിലെ പടകിലെഴുന്നേറ്റ് നിന്ന് കാറ്റിനോടും കടലിനോടും പറയുന്നൊരു പദമുണ്ട്, കാറ്റേ അടങ്ങ്, കടലേ നീ ശാന്തമാകുക എന്ന് കൽപ്പിച്ചപ്പോൾ കാറ്റും കോളും തിരമാലകളും അവിടെ ശാന്തമായത് കാണുക. അപ്പോൾ പ്രിയരെ തിരിച്ചറിയുക, ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇവൻ ആരാണെന്ന്. ശിഷ്യന്മാർ ചോദിക്കുക, ഇവൻ ആരാണെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും നാൾ ഈ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് കർത്താവിൻ്റെ പവർ അറിയാൻ കഴിഞ്ഞില്ല. കുഞ്ഞെ, നിന്റെ ഭവനത്തിനെതിരായി കടന്നു വരുന്ന വിഷയത്തെ നോക്കി നീ ഒന്ന് ശാസിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ഒന്ന് അമർച്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്റെ കുടുംബത്തിനെതിരെ ഒരു അന്ധകാര ശക്തിയും പ്രബലമാകാൻ കർത്താവ് അനുവദിക്കത്തില്ല. അങ്ങനെ അവര് അവിടെ നിന്നും, ഞാൻ വേഗത്തിൽ സ്കിപ്പ് ചെയ്ത് ഓടിപ്പോവുകയാണ്, അവിടെ നിന്നും അവർ ഗദരി എന്ന് പറയുന്ന ദേശത്തേക്ക് കാൽവെച്ചപ്പോൾ ഒരു മനുഷ്യൻ അവർക്കെതിരെ എതിർപ്പെട്ടു. ആരാണ് ആ മനുഷ്യൻ? അവന്റെ പാർപ്പവിടെയാ കല്ലറയിൽ. അവന്റെ തൊഴിലെന്താ? കല്ലെടുത്ത്
ശരീരം മുഴുവനും ഇടിച്ചു ചതച്ച് അതിലൂടെ ബ്ലഡ് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും, ആ ബ്ലഡ് ഉണങ്ങിക്കഴിയുമ്പോഴേക്കും അത് വലിച്ചു പൊളിക്കുന്നതാണ് അവൻ്റെ ഹോബി. അങ്ങനെ ഒരു വല്ലാത്ത ജീവിതം. ഇവൻ ആരാണെന്ന് ചോദിച്ചാൽ നാട്ടുകാർ പറയും അവൻ ഭ്രാന്തനാ, അവൻ വട്ടുപിടിച്ച മനുഷ്യനാ, അവൻ ഭ്രാന്തനാ, സകലർക്കും അവനെ ഭയമാ. പക്ഷെ ഇവൻ കല്ലറയിൽ നിന്ന് ഓടി വന്ന് യേശുവിനെ വരവേൽക്കുകയാ. എന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യേശുവേ ദാവീദ് പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്താ ബന്ധം? ഇവന്റെ തൊഴിൽ അവിടെ പറയുന്നുണ്ട്. ശരീരം മുഴുവനും ഇടിച്ചു മുറിക്കുന്നു, മുറിവേൽക്കുന്നു. എന്നിട്ട് ഈ മുറിവൊക്കെ കൂടുതൽ ഉണ്ടായിക്കഴിയുമ്പോൾ ഇവൻ സന്തോഷത്തോടെ അട്ടഹസിച്ച് കല്ലറയിലേക്ക് പോയി വീണ്ടും താമസിക്കും. ഇവൻ ആരാണ് ഈ മനുഷ്യൻ? ഇവന്റെ വീട്ടുകാരാരാണ്? ഇവന്റെ മാതാപിതാക്കന്മാരാരാണ്? ഇവന്റെ സഹോദരങ്ങൾ ആരാണ്? ഒന്ന് വേഗത്തിൽ ചിന്തിച്ചു പോകാം. ഇവന്റെ കുടുംബം ഏതാണ്? പഴയ നിയമ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി മൂലം വേഗത്തിൽ ഓടിപ്പോകാം. യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 17-ാമത്തെയും 16-ാമത്തെയും അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഈ മനുഷ്യൻ ആരാണെന്ന് അവിടെ തെളിവ് കിടപ്പുണ്ട്. ഈ കല്ലറയിൽ നിന്നും ചങ്ങലകളാൽ ബന്ധിതനായി കടന്നു വരുന്ന മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ കാണുന്നു, രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പാതിഗോത്രവും വാഗ്ദത്ത നാടായിരിക്കുന്ന കനാൻ നാട്ടിലേക്ക് അവർ യാത്ര ചെയ്തു പോയപ്പോൾ അവർ ഗദർ എന്ന് പറയുന്ന ദേശത്തെത്തി നിന്നിട്ട് അവർ പറഞ്ഞു, ഇവിടെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല, ഇത് നല്ല സ്ഥലമാ, ഞങ്ങളിവിടെ പാർത്തോളാം എന്ന് പറഞ്ഞ് അവരവിടെ താമസിച്ചോളാന്ന് പറഞ്ഞ് 2.5 ഗോത്രം, രൂബേനും ഗാദും മനശ്ശെയുടെ പാതിഗോത്രവും അവിടെ പാർക്കാൻ തുടങ്ങി. കന്നുകാലി വളർത്തലും മൃഗവളർത്തലുമെല്ലാം വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരുന്നു. വെല്ലിപ്പച്ചൻ്റെ കാലത്ത് പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഉണ്ടായിരുന്നു. പക്ഷെ സമ്പത്ത് പതിയെ പതിയെ കൂടിയ സമയത്ത് പാട്ടും പ്രാർത്ഥനയും ആരാധനയും എല്ലാം വിട്ട് വാഗ്ദത്തമുള്ള ഈ തലമുറ എന്ത് ചെയ്തു? ഈ ദേശത്ത് പാർക്കാൻ തുടങ്ങി. ഗാദ്യരുടെ ദേശം, ഗിലെയാദ്, ഗദര എന്നൊക്കെ പറയുന്ന ദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ കനാൻ നാട്ടിലേക്ക് വാഗ്ദത്തവുമായി യാത്ര ചെയ്ത 12 ഗോത്രങ്ങളിൽ 2.5 ഗോത്രക്കാരാണ് ഇവിടെ പാർക്കുന്നത്. വാഗ്ദത്തമുള്ളവന്റെ തലമുറയാണ് ആര്? ഈ കല്ലറയിൽ നിന്ന് ഓടി വരുന്നവൻ. ഇവനെങ്ങനെയാ ഈ കല്ലറയിൽ അകപ്പെട്ടത്? വേഗത്തിൽ പറയാം. വെള്ളിപ്പച്ചന്റെ അപ്പന്റെ കാലത്ത് പ്രഭാത പ്രാർത്ഥനയും സന്ധ്യപ്രാർത്ഥനയും പാട്ടും ആരാധനയും ഉപവാസവും എല്ലാം തകൃതിയായി നടന്ന കാലഘട്ടം. ജോലിയായി, തിരക്കായി, സമ്പത്ത് പതിയെ പതിയെ കൂടിക്കഴിഞ്ഞപ്പോൾ പാട്ടും പ്രാർത്ഥനയും ആരാധനയെല്ലാം വിട്ട്, ആത്മീക തലങ്ങളെല്ലാം പതിയെ വിട്ട് ഇവർ സമ്പത്തിന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. വെല്ലിപ്പന്റെ കാലത്ത് അവർ പാടുമായിരുന്നു, ഇതുപോലൊരു പ്രഭാതം നമുക്കടുത്തിടുന്നു മനമേ, എന്താനന്ദം നമ്മൾ പ്രിയനാം ശോഭസൂര്യ. എന്താണ് പാട്ട്? നന്ദിയാലുള്ള. ഇത് തന്നെയാണ് അവസ്ഥ. പ്രഭാതഗീതമാണ്. അതൊക്കെ അന്യം നിന്ന് പോയേക്കുന്ന കാലമായത്. ഇത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. നമ്മുടെയും ഭവനങ്ങളിൽ പ്രഭാതഗീതവും പ്രഭാത പ്രാർത്ഥനയൊക്കെ പതുക്കെ പതുക്കെ അന്യം നിന്ന് പോയി. സഭായോഗത്തിനും പോകാതെ സൂം മീറ്റിങ്ങിലേക്ക് ആളുകൾ മാറി തുടങ്ങി. ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റുകളിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റിലേക്ക് ആത്മീക ജീവിതം അവരും എന്ത് ചെയ്തു? ചുവട് വെച്ച് പോയപ്പോൾ തലമുറകൾക്ക് പറ്റിയത് എന്തെന്ന് ചോദിച്ചാൽ അവർ ദൈവസന്നിധിയിൽ നിന്നും പിന്മാറിപ്പോയി. അവരുടെ ജീവിതത്തിൽ പിന്മാറ്റം സംഭവിച്ചു. പണത്തിനും സ്വത്തിനും പിന്നാലെ അവർ ഓടാൻ തുടങ്ങി. സംഭവിച്ചെന്താ? ഇതുപോലെ പ്രഭാതഗീതം അറിയത്തില്ല, പാട്ടറിയത്തില്ല, പ്രാർത്ഥന അറിയത്തില്ല. ആത്മീക തലത്തിൽ വല്ലാത്ത ഇടിവ് സംഭവിച്ചു തുടങ്ങിയപ്പോൾ പിതാക്കന്മാർ ഒരു കാലത്ത് പ്രാർത്ഥിച്ച് ശാസിച്ച് വിട്ട ദുരാത്മമണ്ഡലങ്ങൾ തലമുറകളെ ഓരോന്നായി കടന്നു പിടിക്കാൻ തുടങ്ങി. എന്നിട്ട് ഓരോ തലമുറകൾ അവിടെ കാണുന്നുണ്ട്. അവിടെ അനേകം കീഴ്ക്കുഴികൾ ഉണ്ടായിരുന്നു. എന്താ? ദൈവഹിതമില്ലാതെ പലതും വെട്ടിപ്പിടിക്കുകയും പലതും നേടിയെടുക്കുകയും ഒരു കാലത്ത് ചെയ്തപ്പോൾ പിന്നീടത്തെ കാലത്തിലേക്ക് വന്നപ്പോൾ പലിശയ്ക്ക് കൊടുത്തും വെട്ടിപ്പിടിച്ചും അതിരുമാന്തിയൊക്കെ മേടിച്ചത് പിന്നീടുള്ള കാലത്തിൽ അനുഭവിക്കാൻ തലമുറകളില്ലാതെ വന്നു എന്നർത്ഥം. എന്താ പ്രിയരെ സംഭവിച്ചത്? പാട്ടും ആരാധനയും ഉപവാസവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പണത്തിൻ്റെയും സ്വത്തിൻ്റെയൊക്കെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോൾ അതൊക്കെയും കൈമോശം വന്നു. സംഭവിച്ചത് എന്താ? തലമുറകൾ ഓരോന്നായി ഭ്രാന്തന്മാരായി തുടങ്ങി.
തലമുറകൾ ഓരോന്നായി തകരാൻ തുടങ്ങി. ഞാൻ ഒന്നുകൂടി വേഗത്തിൽ ഒറ്റവാക്കിൽ പറയാം. പ്രിയ മാതാവേ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ആ സന്ധ്യ പ്രാർത്ഥനയുണ്ടോ, പ്രഭാത പ്രാർത്ഥനയുണ്ടോ, രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? പണത്തിൻ്റെയും സ്വത്തിൻ്റെയും ജോലിയുടെയും പിന്നാലെ ഓടുമ്പോൾ പ്രിയരെ, എത്രയൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ നേടിയെടുത്താലും തലമുറകളെ ദൈവസന്നിധിയിൽ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നേടിയതും ഓടിയതും അധ്വാനിച്ചതൊക്കെയും വെറുതെയായി പോകുമെന്ന് പരിശുദ്ധാത്മാവിൽ ഈ മണക്കാല കൺവെൻഷനിൽ ഞാൻ വിളിച്ചു പറയുക. എത്രയൊക്കെ ഓടിയാലും എത്രയൊക്കെ തലമുറയ്ക്ക് വേണ്ടി നേടിയെടുത്താലും പ്രിയരെ, അതൊക്കെ നാശത്തിലേക്ക് വഴിതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് തലമുറകൾക്ക് നൽകിക്കൊടുക്ക, ആരാധന നൽകിക്കൊടുക്ക, തലമുറകൾക്ക് പ്രാർത്ഥന നൽകിക്കൊടുക്ക. നിങ്ങൾ വിരിക്കുന്ന പായയിൽ വന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന തലമുറയുണ്ടെങ്കിൽ അതിൽ പരം ഭാഗ്യം മറ്റൊന്നില്ല. ഒരു 5 പ്രഭാതഗീതമെങ്കിലും കൃത്യമായിട്ട് അറിയാവുന്ന എത്ര തലമുറയുണ്ട്, ഇനി എത്ര മാതാപിതാക്കന്മാരുണ്ട്. പ്രഭാത പ്രാർത്ഥനയ്ക്ക് അന്യം നിന്ന് പോയി. ഇത് തന്നെയാണ് ഇവർക്കും സംഭവിച്ചത്. ഇവരും പതിയെ പാട്ടും പ്രാർത്ഥനയൊക്കെ വിട്ടു. ഞാൻ ഇടക്കാലത്ത് സൂം മീറ്റിംഗ് പ്രസംഗിക്കുമായിരുന്നു. ഞാനിപ്പോൾ അത് പ്രസംഗിക്കാറില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മീറ്റിംഗ് ഞാൻ കേട്ടു, അച്ചാച്ചൻ ആ സവോളയും കൂടെ എടുത്തോ, ഞാൻ അരിഞ്ഞു തരാം. സൂം മീറ്റിംഗാ. കാര്യം എന്താ? ഇതാണ് ഇന്നത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ആത്മീക ജീവിതം മാറി തുടങ്ങിയപ്പോൾ പരാജയം സംഭവിച്ചു തുടങ്ങി. ഇത് തന്നെയാണ് സകല കാര്യത്തിലും. സഭായോഗം 10 തുടങ്ങുമെങ്കിൽ 11 ആകാതെ ചെല്ലത്തില്ല. പാസ്റ്റർ സ്വോത്രം പറഞ്ഞ് അവിടെ ഇരിക്കണം, വരുന്നോടം വരെ കാത്ത്. അങ്ങനെയുള്ള കാലത്തിലേക്ക് എന്ത് ചെയ്തു? കാലം മാറി. ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി വേലിക്കെട്ടുകൾ നിർമ്മിച്ചു. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, സമയത്തിൻ്റെ പരിമിതി പോലും ഓടിച്ചു പറയാം. അവിടെ ഒരു എല്ലാ കാര്യത്തിനകത്തും അതിരെ നിശ്ചയിക്കാൻ തുടങ്ങി, ആത്മീക കാര്യങ്ങൾക്കകത്ത്. അങ്ങനെ ആത്മീക കാര്യത്തിനകത്ത് ഈ രൂപേനും ഗാദും മനശ്ശയുടെ ഗോത്രമൊക്കെയും അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ തലമുറകൾ ഓരോന്നായി നശിക്കാൻ തുടങ്ങി. വെല്ലിപ്പൻ്റെ കാലത്തും അവരുടെപ്പൻ്റെ കാലത്തും പാട്ടും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. കൊച്ചുമക്കളുടെ കാലമായപ്പോൾ അതെല്ലാം അന്യം നിന്ന് പോയി. അവരുടെ മക്കളുടെ കാലമായപ്പോൾ പള്ളി ഏതാണെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിലേക്ക് കാലം മാറിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഞാൻ വിളിച്ചു പറയാം, ഈ കാലം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാ. ഈ കാലഘട്ടം തലമുറകൾക്ക് വേണ്ടി കരയേണ്ട കാലഘട്ടമാ. ഈ കാലഘട്ടം കുടുംബങ്ങൾക്ക് വേണ്ടി കരയേണ്ട കാലഘട്ടമാണെന്ന് പരിശുദ്ധാത്മാവിന് ഞാൻ ദൂത് വിളിച്ചു പറയുക. ഈ മനുഷ്യൻ വന്ന് പറയുക, യേശുവേ മഹോന്നതനായ ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യനല്ല യഥാർത്ഥത്തിൽ പറയുന്നത്. പിന്നെ ആരാ? അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ദുരാത്മമണ്ഡലമാ. യേശു ചോദിക്കുന്നു, നീ ആരാ? അവൻ പറയുന്നു, ഞാൻ ആരാ? ലെഗിയോൻ എന്ന് പറയുന്നു. അവിടെ ഈ പിശാചിന്റെ കാര്യമൊക്കെ കുറെ പറയുന്നുണ്ട്. യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഈ മനുഷ്യരെ വിട്ട് പുറത്തു പോകാൻ പറയുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, നീ സമയത്തിന് മുന്നമേ ദണ്ഡിപ്പിക്കുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കടുന്തൂക്കായിട്ടുള്ള വെള്ളത്തിലേക്ക് ഞങ്ങൾ പോകുമെന്നല്ല ആദ്യമേ പറയുന്നത്. അവർ പറയുക, ആ പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങളെ അയക്കണം. 6000 ഭൂതം ഒരു മനുഷ്യൻ്റെ അകത്തുണ്ടായിരുന്നു. എത്ര പന്നിയിലേക്ക് ഈ 6000 ഭൂതം പോയത്? 2000 പന്നിയിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു പന്നിയിലേക്ക് എത്ര ഭൂതം പോയി കാണും? ഞാൻ പറയുന്നത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇച്ചിരി സ്പീഡ് കൂടുതലാന്ന് എനിക്കറിയാം. ഇവിടെ വന്നപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ആയതുകൊണ്ട് ദേശത്തോട് ദൂതറിയിക്കണമല്ലോ. എത്ര ഭൂതം കയറിയിട്ടുണ്ട്? 3 ഭൂതം. ശരിയാമ്മച്ചി, 3 ഭൂതം കയറി. ഈ 3 ഭൂതം വെച്ചൊരു പന്നിയിലേക്ക് കയറിയപ്പോൾ ഈ 2000 ഭൂതങ്ങൾ കടുന്തൂക്കായിട്ടുള്ള വെള്ളക്കെട്ടിലേക്ക് ചാടിച്ചത്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ 2000 പന്നികളിൽ കയറിയ ഈ 6000 ദുരാത്മാ ശക്തികൾ ഈ മനുഷ്യൻ്റെ അകത്ത് വ്യാപരിച്ചതല്ലേ? എന്നിട്ട് ഇവൻ എന്താ പോയി ചാകാഞ്ഞത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആ ഉത്തരം ഇതാ, വാഗ്ദത്തമുള്ളവൻ എവിടെ ചെന്നാലും അവന് ഒരു അന്ധകാര ശക്തിക്കും തകർക്കാൻ കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ദുരാത്മ മണ്ഡലത്തിനും കഴിയത്തില്ല. വാഗ്ദത്തമുള്ള ഒത്തിരി തലമുറകൾ ഇതുപോലെ തന്നെ ഇന്നലകളിൽ പിതാക്കന്മാർ ദൈവഹിതമില്ലാതെ വെട്ടിപ്പിടിച്ച് ഒത്തിരി ഉണ്ടായിരുന്നു. കീൽക്കുഴികൾ നിങ്ങൾ തുടരുതെന്ന് പറഞ്ഞതാ. അവർ കീൽക്കുഴി വെട്ടി അവിടുന്ന് കീല് കുഴിച്ചെടുത്ത് വിറ്റ് സമ്പത്തുണ്ടാക്കി. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞതിനകത്ത് പല കാര്യങ്ങളും അവർ അതിനെ ബദലായി നിന്ന് പലതും ചെയ്തപ്പോൾ തലമുറകൾ നശിക്കാൻ തുടങ്ങി. പക്ഷെ വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു പിശാചിനും കഴിഞ്ഞില്ല. നോക്ക്, ഇവനെ തകർക്കാൻ ദുരാത്മ മണ്ഡലങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചതാ, പക്ഷെ ഇവനെ തകർക്കാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടി ചേർത്ത് പറഞ്ഞാൽ, ഈ മനുഷ്യൻ ആരായി മാറിയെന്നറിയാമോ? ഈ മനുഷ്യന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കപ്പെട്ട ദുരാത്മ ശക്തിയെ യേശു ശാസിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ സുബോധമുള്ളവനായി മാറി. ഇവൻ ഒരു കാലത്ത് നാട്ടുകാർക്ക് ഇവനെ പേടിയായിരുന്നു. പിള്ളാരെ ഇവന്റെ പേര് പറഞ്ഞ പേടിപ്പിക്കുന്നത്. നാട്ടുകാർ ഇവന്റെ കയ്യും കാലും ചങ്ങലക്കിടുമ്പോൾ നാട്ടുകാർ സ്നേഹത്തോടെ തൊട്ട് തലോടി അല്ലിടുന്നത്. പിന്നെ എങ്ങനെയാ? കയ്യും കാലൊക്കെ പിടിച്ച് പുറകോട്ട് വളച്ചു കെട്ടി, നടുവിന് മുട്ടുകാല് കയറ്റി,
ശരീരത്തെ എത്ര ആഴത്തിലിടിക്കാൻ പറ്റുമോ അത്രയും അളവിലിടിച്ച്, അത്രയും വെയിറ്റിലിടിച്ച് ഇടിച്ചൊതുക്കി ഇവൻ്റെ കൈകാലുകൾ ബന്ധിക്കുമ്പോൾ ഇവനെ പ്രസവിച്ച് അമ്മ അത് കാണുന്നുണ്ടാകും. ഇവന് ജന്മം കൊടുത്ത മാതാപിതാക്കന്മാർ ഈ കാഴ്ച നേരിട്ട് കാണുന്നുണ്ടാകും. ഇവൻ്റെ ഉടപ്പിറന്ന സഹോദരങ്ങളും ഈ കാഴ്ച കാണുന്നുണ്ടായിരിക്കും. ഇവർക്ക് എത്രമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എന്നാൽ ഒരു കാലത്ത് നിന്ദിക്കപ്പെട്ട് കടന്നവനെ കർത്താവ് ഈ ഒരൊറ്റ മനുഷ്യന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അത്രയും ആ രാത്രി യാത്ര ചെയ്ത് ആ ഗദരി എന്ന ദേശത്തേക്ക് വന്നെങ്കിൽ ഈ സുവിശേഷ മഹായോഗവും ചില പ്രിയപ്പെട്ടവരെ ഈ മണക്കാല ദേശത്ത് നിന്ന് കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ചില പ്രിയപ്പെട്ടവരെ കർത്താവ് കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള മാതാപിതാക്കന്മാരുടെ കണ്ണുനീര്, തലമുറകളുടെ തകർച്ചയോർത്ത് കരയുന്ന മാതാപിതാക്കന്മാരോട് വിളിച്ചു പറയുക, ഈ രാത്രിയിലും യേശുനാഥൻ ഇവിടെ ആഗതനായിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട്, കിടക്കുന്ന കിടക്കയിൽ കടന്നുകൊണ്ട്, നിങ്ങളെ അലറ്റുന്ന വിഷയം എന്തുമായിക്കൊള്ളട്ടെ, ആ വിഷയത്തിന്റെ നടുവിലിരുന്നു കൊണ്ട് യേശുവേ എൻ്റെ തലമുറയൊന്ന് സന്ദർശിക്കണമെന്ന്, യേശുവിൻ്റെ തലമുറയൊന്ന് സന്ദർശിക്കണമെന്ന് നിങ്ങളൊന്ന് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ, യേശുവേ എന്ന് മാറത്തടിച്ചുകൊണ്ടൊന്ന് വിളിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ രാത്രിയിൽ നിന്റെ തലമുറയെ സന്ദർശിക്കുന്ന രാത്രിയാ. വാഗ്ദത്തം നൽകിയവൻ നിന്റെ തലമുറയെ തള്ളിക്കളയത്തില്ല. നിന്നോട് പറഞ്ഞിരിക്കുന്ന ദൂതുകളൊന്നും വൃഥാവായി പോകത്തില്ല. അർത്ഥപ്രമനികയാം ധേര്യ, അടകൽ പ്രമനിയാം ധേര്യ. ഈ രാത്രി ചില ഭവനങ്ങളെ സന്ദർശിക്കുന്ന രാത്രിയായി മാറുകയാ. ഈ രാത്രി ചില തലമുറകളോട് വ്യക്തിപരമായി ഇടപെടുന്ന രാത്രിയായി മാറുകയാ. ഈ രാത്രി ചില അടയപ്പെട്ട വഴികൾ തുറക്കപ്പെടുന്ന രാത്രിയായി മാറുകയാ. തലമുറയുടെ മുൻപിൽ അടയപ്പെട്ട വഴികൾ തുറക്കപ്പെടുന്ന രാത്രിയായി ഈ രാത്രി മാറുകയാ. യേശുവിന്റെ നാമത്തിൽ ചില വഴികൾ തുറക്കപ്പെടട്ടെ. തലമുറകളെ ഇന്ന് ശോധന ചെയ്യുന്ന രാത്രിയായി മാറട്ടെ. ചില തലമുറകളെ തിരഞ്ഞെടുക്കുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു നിമിഷം ആത്മാവിൽ പ്രതികരിക്കാൻ കഴിയുമോ? ഈ ദേശത്തെ ചില തലമുറകൾ മദ്യപാനം കൊണ്ട് തകർന്ന, മയക്കുമരുന്ന് കൊണ്ട് തകർന്ന ചില തലമുറകൾ സാക്ഷികളായി എഴുന്നേൽക്കാൻ പോകുക. ആലയത്തിലേക്ക് ചില തലമുറകൾ കടന്നു വരാൻ പോകുക. പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ദേശക്കാർ തള്ളിയ, കുടുംബക്കാർ തള്ളിക്കളഞ്ഞ, നാട്ടുകാർ തള്ളിക്കളഞ്ഞ, വീട്ടുകാർ തള്ളിക്കളഞ്ഞ, സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ, അവന്റെ ശബ്ദം പോലും ഇനി കേൾക്കണ്ടെന്ന് പറഞ്ഞ ചിലരെ കർത്താവ് തിരഞ്ഞെടുക്കുന്ന രാത്രിയായി ഈ രാത്രി മാറുക. യേശുവിന്റെ നാമത്തിൽ ചില ഭവനങ്ങൾ സന്ദർശിക്കുന്ന രാത്രിയായി മാറട്ടെ. ചില തലമുറകളെ ഈ രാത്രി തിരഞ്ഞെടുക്കുന്ന രാത്രിയായി മാറട്ടെ. ചില മദ്യപാന ആസക്തികൾ, വഴിവിട്ട ജീവിതങ്ങൾ വഴിമാറുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അഭിഷക്തന്മാരെ ഞാൻ വിളിച്ചു പറയാം, ചില കുടുംബങ്ങൾ ആലയത്തിലേക്ക് കയറി വരുന്ന ദിവസങ്ങൾ അത് വിദൂരമല്ല. ഈ സുവിശേഷ യോഗം അത് വെറുതെ നടക്കുന്നതല്ല. ഈ സുവിശേഷ യോഗത്തിന്റെ റിസൾട്ട് ചില കുടുംബങ്ങൾക്കകത്തളങ്ങളിൽ വെളിപ്പെട്ടു തുടങ്ങിയെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക. ചിലരെ തിരഞ്ഞെടുക്കുന്ന, ചിലരെ ചേർത്ത് നിർത്തുന്ന, തകർന്നു പോയി അവനെ കൊണ്ട് ഇനി കൊള്ളത്തില്ലെന്ന് പറഞ്ഞ അങ്ങനെ എഴുതിത്തള്ളിയ ചിലരെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയായി ഈ രാത്രി മാറുകയാ. 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ ഈ രാത്രിയിൽ ചില കുടുംബങ്ങൾ സന്ദർശിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവൻ ഇറങ്ങിയാൽ വെറുതെ പോകത്തില്ല. ചിലരെ തിരഞ്ഞെടുത്ത്, ചിലരെ കഴുകി വെടിപ്പാക്കി, ചിലരെ പുറത്തു കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർക്ക് ആത്മാവിൽ പ്രതികരിക്കാൻ കഴിയും? ഇന്ന് രാത്രി പോലും ചോദിച്ച കർത്താവേ എന്തായി തീരുമെന്ന് ചോദിച്ച വിഷയത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രിയരെ, ഈ സുവിശേഷ യോഗം ചില സാക്ഷികളെ എഴുന്നേൽപ്പിക്കുന്ന ദിവസമായി മാറുകയാ. ഈ സുവിശേഷ യോഗം പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടല്ല, മറിച്ച് ദൈവം നൽകിയ ആത്മനിയോഗത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയ ഈ യോഗത്തിന് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ചിലരെ സാക്ഷികളായി എഴുന്നേൽക്കാൻ പോകുക. ചിലരെ ദേശത്തെ ചില വൻകിട മരങ്ങൾ പെടുക വീഴുന്ന രാത്രിയായി ഈ രാത്രി മാറുന്നു എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. ഈ മനുഷ്യൻ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സാക്ഷിയായി വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക. നാട്ടുകാരൊരു സമയത്ത് പിള്ളേരെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന, ഇവനെ കാണുമ്പോൾ ഓടി മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നാണ്ട് ഇവൻ സുബോധമുള്ളവനായി, മുടിയൊക്കെ വെട്ടി നല്ല വസ്ത്രം ധരിച്ച് ഇവൻ ആ പട്ടണത്തിൽ വന്നിരിക്കുമ്പോൾ ജനമെന്താ പറയുന്നത്? ഇതിൽ പരം എന്താ ഒരു സാക്ഷ്യം വേണ്ടത്?
കർത്താവ് ചിലരെ വിടുവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, തെളിവിനായി എന്തെങ്കിലുമൊക്കെ കൊടുക്കും. നോക്ക്, 10 പട്ടണങ്ങൾ സുവിശേഷീകരിക്കത്തക്ക രീതിയിൽ കർത്താവ് ഇവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ കൺവെൻഷൻ യോഗത്തിന് കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, തലമുറകൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ചില ശക്തമായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഈ ദേശത്ത് എഴുന്നേൽക്കാൻ ഇടയായിത്തീരും. ചില മദ്യപാനികൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ ഇടയായിത്തീരും. ചില തകർന്ന തലമുറകൾ ആലയത്തിലേക്ക് കടന്നു വരാൻ ഇടയായിത്തീരും. തകർച്ചയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവവൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറുക. മാതാവേ, മകന്റെ മദ്യപാനം, അതിൽ നിന്ന് അവൻ പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുക. തലമുറയുടെ തകർന്ന ജീവിതം, അതിനെ കെട്ടിപ്പടുക്കുന്ന ദൈവം അതിനെ ഈ രാത്രിയിൽ പണിതെടുക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുക. യേശുവിനൊന്നും അസാധ്യമല്ല, സകലതും സാധ്യമാ. ഈ മനുഷ്യൻ വലിയൊരു സാക്ഷ്യമായിട്ട് അവിടെ വന്ന് നിൽക്കുക. ഈ മനുഷ്യൻ ഒരു വലിയ സാക്ഷ്യമായി വന്ന് നിൽക്കുക. എന്താണ്? സുബോധമുള്ളവനായി വന്ന് നിൽക്കുക. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നുണ്ട്: ധാന്യം, ധനം, ലാഭം, കീർത്തി നഷ്ടമാകും, മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം, ധനം, ലാഭം, കീർത്തി നഷ്ടമാകും, മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. വീണ്ടും പാടുക: 7-10 ഏറെയായാൽ 80 മാത്രം, നീളുമായു സാധു നിരച്ച കഷ്ടത മാത്രം. ചേർന്ന് പാടാം: 7-10 ഏറെയായാൽ 80 മാത്രം, നീളുമായു സാധു നിരച്ച കഷ്ടത മാത്രം. ധാന്യം, ധനം, ലാഭം, കീർത്തി അതെല്ലാം നഷ്ടമായി പോകും. പിന്നെ പറയുക, മാന്യമിത്ര ആരൊക്കെ ഉണ്ടെങ്കിലും, കൂട്ടുകാരാ, സ്വന്തക്കാരാ, ചങ്കാണെന്ന് പറഞ്ഞ ആരൊക്കെ ഉണ്ടെങ്കിലും അവരും പിരിഞ്ഞു പോകും. പിന്നെയും പാട്ടുകാരൻ പറയുന്നൊരു കാര്യമുണ്ട്: 7-10 ഏറെയായാൽ അത് 80 കൊണ്ട് തീരും. ഇനി തീർന്നില്ലെങ്കിൽ കുറച്ചുകൂടെ കിട്ടിയാൽ, ഒരു 80 വയസ്സ് കഴിഞ്ഞവരോട് ചോദിക്കുക, എങ്ങനെയുണ്ട് അപ്പച്ചാ ജീവിതം എന്ന് ചോദിക്കുക, പറയും മറുപടി, അതാണ് അവസ്ഥ. അങ്ങനെയാണ് പ്രിയരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുമെന്നുള്ള കാര്യം സത്യമാണ്. നമ്മുടെയും വീടിന് മുറ്റത്ത് ഒരു നീലപ്പടുത വലിച്ചു കിട്ടുമെന്നുള്ളത് സത്യമാണ്. ജനിച്ച ഒരു ദിവസം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമാ നമ്മൾ മരിക്കുന്നൊരു ദിവസമുണ്ട്. ഈ പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും ജനിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മരിക്കുമെന്നുള്ളത് നിശ്ചയമാണ്. നമുക്ക് വേണ്ടിയും ഒരു ശവപ്പെട്ടിയുണ്ട്, നമുക്ക് വേണ്ടിയും അങ്ങനെ ഒരു ദിവസമുണ്ട്. നമ്മുടെ വീടിന് മുറ്റത്ത് നീട്ടിവിരിച്ച പന്തലിന് നടുവിൽ നമ്മളെയും നീട്ടിക്കിടത്തുന്ന ഒരു ദിവസം അതിവിദൂരമൊന്നുമല്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എങ്കിലും അത് സംഭവിക്കും. അത് യാഥാർത്ഥ്യമാണ്. നമ്മളെക്കാൾ പ്രഗത്ഭരായിരുന്ന എത്ര ആളുകൾ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. കോവിഡ് കാലത്ത് നോക്ക്, എത്രയോ ആരോഗ്യമുള്ള, നല്ല ഭക്ഷണം കഴിച്ച, നല്ല സമ്പത്തുള്ള, മണിമാളികയിൽ കടന്നുറങ്ങിയ എത്രയോ പേര് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെയും നടുവിൽ ദൈവം ആയുസ്സും ആരോഗ്യം തന്നെങ്കിൽ എന്തൊക്കെയോ ദൈവപ്രവൃത്തി നിന്നിലൂടെ കർത്താവിന് ചെയ്യാനുണ്ട്. എന്തൊക്കെയോ ദൈവപ്രവൃത്തി നിന്നിലൂടെ കർത്താവിന് ചെയ്യാനുണ്ടെന്ന് തിരിച്ചറിയുക. സങ്കീർത്തനക്കാരൻ പറയുക, ദൈവമേ, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമെന്ന്. എന്താണ് അതിനർത്ഥം? ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണം. അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് എത്ര ആയുസ്സുണ്ടെന്ന് ഒരു ബോധ്യം ഞങ്ങൾക്ക് നൽകി തരണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുക. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഞാൻ എൻ്റെ ഇടക്കാലത്ത് 5 മിനിറ്റ് കൊണ്ട് മെസ്സേജ് തരുവേ, പിടിക്കണ്ട. ഇടക്കാലത്ത് ഒരു ശവസംസ്കാരത്തിന് ഞാൻ ആകെ ഭയന്നു പോയൊരു വിഷയമാണ്. ചില രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. റാന്നി മന്ദമരുതിയിൽ ഒരു അടക്കത്തിന് വേണ്ടി ഒരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു അടക്കം ആരുടെയാണെന്ന് ചോദിച്ചാൽ 3 വയസ്സുള്ള കൊച്ചിൻ്റെയാണ്. ഞാനും പോയി കാണാനായിട്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് എന്താ വിഷയമെന്നറിയാമോ? സൈലൻ്റ് അറ്റാക്കായിരുന്നെന്ന്. മിനിഞ്ഞാന്ന് രാത്രിയിൽ അപ്പനോടും അമ്മയോടും ചിരിച്ച് കളിച്ച് ഉറങ്ങിയ കൊച്ച സൈലൻ്റ് അറ്റാക്കായിരുന്നെന്ന്. 30, 20, 50, 60 കഴിഞ്ഞ ആളുകളല്ലേ ഇത് കേൾക്കുന്നേ. ഏതൊക്കെ രോഗം ശരീരത്തുണ്ടെന്ന് ആർക്കറിയാം? എപ്പോഴാണെന്ന് ആർക്കറിയാം? 3.5 വയസ്സ് പ്രായമുള്ള കൊച്ചിന് സൈലൻ്റ് അറ്റാക്ക് വന്നെങ്കിൽ പ്രിയരെ മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ നോക്ക്, സമുദ്രത്തെ നോക്കി പറഞ്ഞു, ഹേ മഹാസമുദ്രമേ, നീ കരയായിരുന്നെങ്കിൽ നിന്നെയും വെട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞ മനുഷ്യനും എന്ത് ചെയ്തു? കല്ലറ കൊണ്ട് അവസാനിച്ചു. അവിടെ വീണ്ടും തീരുന്നില്ല. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ലോകത്തെ സമ്പത്ത് കൊണ്ട് ആറാടിയ മനുഷ്യൻ വീണ്ടും തീരുന്നില്ല. 12-ൽ പരം വിദഗ്ധരായിരിക്കുന്ന ഡോക്ടേഴ്സിനെ ചുറ്റിനും കൊണ്ടു നടന്ന മനുഷ്യൻ, 150 വർഷം ജീവിക്കാൻ കൊതിച്ച മനുഷ്യൻ നോക്ക്, 52-ാമത്തെ വയസ്സിൽ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഉലകത്തിൽ
ഉലകത്തിൽ ജനിച്ചിട്ടുള്ള സകലരും മരിച്ചിട്ടുണ്ട്. ഉലകത്തിൽ ജനിച്ച സകല മനുഷ്യരും മരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉലകത്തിൽ മരിച്ച സകല മനുഷ്യരും ജനിച്ച മനുഷ്യർ സകലരും മരിച്ചെങ്കിൽ ഉലകത്തിൽ മരിക്കാത്ത ഒരുവനുണ്ടെങ്കിൽ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആത്മനാഥനായിരിക്കുന്ന നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശുവല്ലാതെ ആരാ പ്രിയരെ ഉള്ളത്? ഗത്സമനയിൽ പിടിക്കപ്പെട്ട് ഗബതയുടെ കൽത്തളത്തിൽ തകർക്കപ്പെട്ട് ഗോൽഗോത്തയിൽ തറയ്ക്കപ്പെട്ട് 6 അടി കുഴിമാടത്തിൽ അഥവാ അരിമത്തിക്കാരനായിരിക്കുന്ന യോസഫിന്റെ കല്ലിനാൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു എന്ന് മാത്രമല്ല, ആ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. എന്നാൽ മരണത്തെ ജയിച്ച് കല്ലറയെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്ന പ്രിയരെ, മരണത്തിനപ്പുറം എന്തെന്ന് ചോദിക്കുമ്പോൾ, മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ നിത്യത എവിടെയെന്ന് ചോദിക്കുമ്പോൾ 3 സഹോദരിമാർ കല്ലറയ്ക്കിലേക്ക് കടന്നു പോകുക. എന്തിനാ? യേശുവിനെ കാണാൻ, സുഗന്ധവർഗം പൂശാൻ. പക്ഷേ അവിടെ കാണുന്ന കാഴ്ച ഇതാ, കല്ലറ മലർക്ക് തുറന്നിരിക്കുന്നു. കാലവണ്ടി ചക്രത്തോളം വലിപ്പമുള്ള കല്ല് അത് ഉരുണ്ടു മാറിയിരിക്കുന്നത് കാണുന്നു. അപ്പോൾ തന്നെ ദൂതൻ വിളിച്ചു പറയുന്ന ഒരു വാക്കിതാണ്, മരിച്ച അല്ലെങ്കിൽ ഈ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിനു വേണ്ടിയാ? അവൻ അവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. എന്തിൽ നിന്ന്? മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയാണ് പ്രിയരെ, മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കെന്ന് ചോദിക്കുമ്പോൾ ഒറ്റ വാക്കിൽ വിളിച്ചു പറയാം, മരണത്തിനപ്പുറം 2 വഴികളേ ഉള്ളൂ. ഒന്ന് നിത്യമായ സ്വർഗം, മറ്റൊന്ന് നിത്യമായ നരകം. മരണത്തിനപ്പുറമായിട്ട് നിത്യമായ ഒരു ജീവിതമുണ്ടെങ്കിൽ ഉലകത്തിൽ നൽകിക്കൊടുക്കാൻ കരുത്തുള്ള കഴിവുള്ള ഒരുവനുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, നാം പ്രസംഗിക്കുന്ന നമ്മുടെ ആത്മനാഥനായിരിക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന നമ്മുടെ നിത്യജീവനായിരിക്കുന്ന സാക്ഷാൽ യേശുവല്ലാതെ മറ്റൊരുവനില്ല. അതാണ് വചനം വിളിച്ചു പറയുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ജീവിച്ച സകല മനുഷ്യരും ന്യായവിധിയുണ്ട്, എന്നാൽ ചെയ്തതിനൊക്കെയും തക്കതായ പ്രതിഫലമുണ്ട്. എന്നാൽ ഞാൻ വീണ്ടും പറയാം, മരണത്തിനപ്പുറമായിട്ട് നിത്യമായൊരു സ്വർഗം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് മറ്റൊരു മാർഗവുമില്ല. അത് യേശുവിലൂടെ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കാൽവറിയിൽ യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ തറയ്ക്കുമ്പോൾ അവസാനത്തുള്ളി രക്തം വരെയും വാർന്നൊഴുകുമ്പോൾ, പ്രിയരെ, അതാർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അതെൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ മദ്യപാനത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ, നിന്റെ രോഗബന്ധനത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ, നിന്നെ തകർക്കുന്ന പൈശാചിക ശക്തികൾ നിന്നെ പുറത്തു കൊണ്ടുവരാനാ യേശു കാൽവറിയിൽ യാഗമായത്. തീർന്നില്ല. മരണത്തിനപ്പുറമായി, മരണത്തിൻ്റെ നനുത്തകര നമ്മളെ കടന്നു പിടിക്കുന്നതിന് മുൻപ് നിത്യജീവിതത്തിലേക്കുള്ള ഏക മാർഗം ഏതെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. മരണത്തിനപ്പുറം 2 വഴികൾ ഞാൻ പറഞ്ഞു. ഒന്ന് നിത്യമായ നരകമാ, 2 നിത്യമായ സ്വർഗമാ. സ്വർഗത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് യേശുവിലൂടെ അല്ലാതെ മറ്റൊരു മാർഗമില്ല.